ഡീസൽ വില വർധനവിനെതിരെ കോഴിക്കോട് ജില്ലാ ബസ് ഓണേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുതിയ ബസ് സ്റ്റാൻഡിൽ പ്രതിഷേധ സംഗമം നടത്തി. RJD സംസ്ഥാന പ്രസിഡന്റ് MV ശ്രേയാംസ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. 12 മാസമായി പെട്രോളും ഡീസലിനും പ്രമാദീതമായ വിലയാണ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് കാരണം പറയുന്നത് ഇറാഖിലെ യുദ്ധമാണ്. ഹോർമുസ് കടലിൽ കപ്പൽ വരുന്നില്ല. ഇന്നിപ്പോൾ ക്രൂഡിൻ്റെ വില, ബ്രെൻഡ് ക്രൂഡിൻ്റെ വില $91. 2 വർഷം മുമ്പ് $60 താഴെയായിരുന്നപ്പോഴും പെട്രോളിൻ്റെ ഡീസലിൻ്റെ വില കുറച്ചിട്ടില്ല. ഇപ്പോൾ പറയുന്നത് 1,07,000 കോടി രൂപ പൊതുമേഖല പെട്രോൾ ഉൽപ്പാദക കമ്പനികൾക്ക് വില വിലയിരുത്താൻ വേണ്ടി ഗവൺമെൻറ് സഹായം നൽകി എന്നുള്ളതാണ്. ഏത് കണക്കിലാണെന്ന് എനിക്കറിയില്ല. ഇവിടെ വർഷങ്ങളായി ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനും അതുപോലെ ഹിന്ദുസ്ഥാൻ പെട്രോളിയം, ഭാരത് പെട്രോളിയം മുതലായ 3 സ്ഥാപനങ്ങളായിരുന്നു പ്രധാനമായി ഈ രംഗത്തുണ്ടായിരുന്നത്. പിന്നെയാണ് റിലയൻസിൻ്റെ വരവ് ഈ മേഖലയിലേക്ക് വന്നത്. അവർ ചെയ്യുന്നത് എന്താ? റഷ്യയിൽ നിന്ന് കൂടുതൽ വിൽക്കുന്നത് കുറഞ്ഞ വിലയ്ക്ക്. അമേരിക്കയുടെ ചില ഭീഷണി ഉണ്ടെങ്കിലും ഒരു രാജ്യത്തിൻ്റെ ഊർജ്ജത്തിൻ്റെ ആവശ്യം നിറവേറ്റുന്ന രാജ്യത്തിൻ്റെ കടമയാണ്. അവിടുന്ന് കുറഞ്ഞ വിലയ്ക്ക് ഇവിടെ ക്രൂഡ് ഓയിൽ വാങ്ങി ഇവിടുന്ന് റിഫൈൻ ചെയ്തിട്ട് അത് കയറ്റുമതി ചെയ്യുകയാണ് ചെയ്യുന്നത്. റിലയൻസിന്റെ ഭൂരിഭാഗം റിഫൈനറിയിൽ നിന്നും പോകുന്നത് കയറ്റുമതിക്കാണ്. പെട്രോളിനും ഡീസലിനും മേലുള്ള ടാക്സ് എത്രയാണ്? 50% മേലെ വരും. ഇപ്പൊ ജനങ്ങൾ ഇത്രയധികം പൈസ പിരിച്ച് ഇനിയും എണ്ണ കമ്പനികളുടെ ലാഭം നികത്താൻ വേണ്ടി പണം കൊടുക്കുക എന്ന് പറയുന്നതിന്റെ ഔചിത്യം എനിക്ക് മനസ്സിലാവുന്നില്ല. കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ K. രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കൺവീനർ M. തുളസിദാസ്, K. രാജീവ്, PP. കുഞ്ഞൻ, KK. പ്രേമൻ, VA. ഗഫൂർ, ബിജു ആന്റണി, സതീശൻ, പ്രദീപൻ, ഗംഗാധരൻ, മുഹമ്മദ് ഇസഹാഖ്, അബ്ദുൾ അസീസ് മടവൂർ, മൂസ പന്തീരങ്കാവ് തുടങ്ങിയവർ സംബന്ധിച്ചു.